വസന്തി സൂപ്പർ വേൾഡിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ്. എങ്ങനെ ലെഹങ്ക പീസ് വെക്കാതെ തയ്ക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. ഇതാണ് സ്കേർട്ട്. ഈ സ്കേർട്ടിൽ എവിടെയും തന്നെ താഴെ സൈഡിലായിട്ട് ഒരു എക്സ്ട്രാ പീസും വെച്ച് പിടിപ്പിച്ചിട്ടില്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അംബ്രല്ല ലെഹങ്ക പാവാടയില്ലേ, അത് നമ്മൾ തയ്ക്കുന്നതായാലും വാങ്ങുന്നതായാലും പാവാടയുടെ താഴത്തെ പോർഷനിൽ നമ്മളൊരു ക്രോസ് തുണി ഇങ്ങനെ വെച്ച് പിടിപ്പിക്കും അല്ലേ. ശരിക്കും അത് എത്താത്തത് കൊണ്ടാണ് അങ്ങനെ വെച്ച് പിടിപ്പിക്കുന്നത്. ഒരു ഭാഗം നമ്മൾ അത് മുറിക്കുന്ന സമയത്ത് അവിടെ ഒരു ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പിൽ നമ്മൾ ഒരു കഷ്ണം തുണി വെച്ച് പിടിപ്പിക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. എന്നാൽ എങ്ങനെ ആ പീസ് വെച്ച് പിടിപ്പിക്കാണ്ട് തന്നെ നല്ല ഭംഗിയിൽ ലെഹങ്ക സ്കേർട്ട് തയ്ക്കാൻ പറ്റും എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. നിങ്ങൾ വീഡിയോ മുഴുവനായി കണ്ടു നോക്കുക. ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നിങ്ങൾ ആ സ്കേർട്ട് ഒന്ന് നോക്കിക്കേ. കണ്ടില്ലേ, ഇവിടെ ഒരു പീസ് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചേക്കുമല്ലേ രണ്ട് ഭാഗത്തും. അങ്ങനെ പീസ് വെച്ച് പിടിപ്പിക്കാണ്ട് എങ്ങനെ തയ്ക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. ഏത് ലെഹങ്ക എടുത്ത് നോക്കിയാലും ഇങ്ങനെ ഒരു പീസ് അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടാണ് കണ്ടിട്ടുള്ളത്. അംബ്രല്ല ലെഹങ്ക അടിക്കുമ്പോൾ നല്ല വീതി വേണമല്ലോ. ഈ ലെഹങ്ക തയ്ക്കാൻ ഒരു 3 മീറ്റർ മാത്രമേ തുണി വേണ്ടതുള്ളൂ. എങ്കിൽ തന്നെയും നല്ല വീതിയിൽ തന്നെ നമുക്ക് തയ്ക്കാൻ പറ്റും. ആദ്യം തുണി കോണിൽ നിന്നും 4ആയിട്ട് മടക്കുക. ഇതുപോലെ നല്ല വീതിയിൽ നല്ല ഭംഗിയിൽ തയ്ക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. തയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണ് ഈ അംബ്രല്ല ലെഹങ്ക സ്കേർട്ട് തയ്ക്കുന്നത് നമുക്ക് നോക്കാം. അംബ്രല്ല ലെഹങ്ക സ്കേർട്ടും അതിൻ്റെ ടോപ്പുമാണ് ഇത്. കണ്ടാൽ തോന്നും പ്ലീറ്റ് ഇട്ട് തയ്ച്ചതാണെന്ന്. പക്ഷേ പ്ലീറ്റ് ഇട്ട് തയ്ച്ചതല്ല. പ്ലീറ്റ് ഇട്ടതുപോലെ തന്നെ നല്ല മടക്കോട് കൂടിയിട്ട് നല്ല വീതിക്ക് തന്നെ നമുക്ക് പാവാട തയ്ക്കാൻ പറ്റും. താഴെ ഒരിടത്തും ഒരു പീസും വെച്ച് പിടിപ്പിച്ചിട്ടില്ല. നല്ല വീതിയുണ്ട്, കണ്ടില്ലേ. വെറും 3 മീറ്റർ തുണി മാത്രമേ വേണ്ടൂ ഇങ്ങനെ ലെഹങ്ക അടിക്കാൻ വേണ്ടിയിട്ട്. ലൈനിങ് വെച്ചിട്ടാണ് ഈ ലെഹങ്ക തയ്ച്ചിരിക്കുന്നത്. ലൈനിങ് 2.5 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് തുണി മുറിക്കേണ്ടതെന്ന് നോക്കാം. ഈ സ്കേർട്ടിൻ്റെ അളവ് എന്ന് പറയുന്നത് 41 ഇഞ്ച് ഇറക്കവും 38 ഇഞ്ച് വണ്ണവുമാണ്. ആദ്യം എന്താ വേണ്ടതെന്ന് വെച്ചാൽ തുണീൻ്റെ കോർണറിൽ നിന്നും തുണിയെടുത്ത് 4ആയിട്ട് മടക്കുക. സ്കേർട്ടിൻ്റെ അരവണ്ണം എന്ന് പറയുന്നത് 38 ഇഞ്ചാണ്. അപ്പോൾ തയ്യൽ തുമ്പും കൂടി നമ്മൾ 40 ഇഞ്ച് കണക്കായിട്ട് വേണം എടുക്കാനായിട്ട്. 40 ഇഞ്ച് എന്ന് പറയുമ്പം 20 ഫ്രണ്ടിലും 20 ബാക്കിലും. ഇതുപോലെയാണ് തുണി എടുക്കേണ്ടത്. തുണിയുടെ കോർണറിൽ പിടിച്ചിട്ട് 4ആയിട്ട് മടക്കുക. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ അരവണ്ണം 20ആണ് വേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ മേലെ നിന്ന് താഴേക്ക് 5 ഇഞ്ച് എടുത്തിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തും 5 ഇഞ്ച് വരുന്ന വിധത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പം നമ്മളിത് മുറിക്കുമ്പം 20 ഇഞ്ച് വണ്ണം കിട്ടും ഇവിടെ. ഇപ്പോൾ ഈ മുറിക്കുന്നത് ഫ്രണ്ട് പീസിൻ്റെ തുണി മാത്രമാണ്. ബാക്ക് പീസിൻ്റെ തുണി നമ്മൾ പിന്നീട് വേണം മുറിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ തുണി നല്ല വീതിയിൽ തന്നെ ഇവിടുന്ന് കിട്ടി. ഈ വരച്ചിരിക്കുന്നതിൻ്റെ വീതി എന്ന് പറയുന്നത് 5 ഇഞ്ചാണ്. അപ്പോൾ 4 5 20 നമുക്ക് അരവണ്ണം കിട്ടി. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ മടക്കി വെച്ചതിന് ശേഷം നമ്മളൊരു പിന്ന് കൊണ്ടോ അല്ലെങ്കിൽ സൂചി കൊണ്ടോ ഈ 4 തുണിയും ഒരുമിച്ച് കുത്തി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ മടക്കി വെച്ചത് മാറിപ്പോവും. സാധാരണയായിട്ട് ലെഹങ്ക തയ്ക്കാറുള്ളത് ഇതുപോലുള്ള ഒഴുകുന്ന മട്ടിലുള്ള തുണി കൊണ്ടാണല്ലോ. അപ്പോൾ നമ്മളത് പിൻ ചെയ്ത് വെക്കണം. വരച്ച് കഴിഞ്ഞതിന് ശേഷം ആ തുണി അങ്ങോട്ട് മുറിച്ചെടുക്കുക. ഇപ്പോൾ നമ്മളിവിടെ അരവണ്ണം മുറിച്ചെടുത്ത് കഴിഞ്ഞു. അടുത്തതായി നമ്മൾ ലെഹങ്കേൻ്റെ ഇറക്കമാണ് എടുക്കുന്നത്. ഈ സ്കേർട്ടിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 41 എനിക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ മേലെ തയ്ക്കേണ്ട തുണിയും താഴെ തയ്ക്കേണ്ട തുണിയും കൂടിയിട്ട് ഒരു 43 എടുക്കണം. അപ്പോൾ കോർണറിൽ ടേപ്പ് പിടിച്ചിട്ട് അവിടുന്ന് എല്ലാ ഭാഗത്തേക്ക് 43 അളന്നിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കൊരു റൗണ്ട് ഷേപ്പിലാണ് കിട്ടുക.
വരേൻ്റെ മേലെ കൂടിയോ അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് അപ്പുറത്തേക്ക് മാറ്റിയിട്ടോ മുറിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ പീസും കൂടെ കൂട്ടി തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടിഭാഗം ലെവൽ ചെയ്യുമ്പം ഇത് ഉപയോഗപ്പെടും. തുണി മുറിച്ച് കഴിഞ്ഞതിന് ശേഷം എന്താ വേണ്ടതെന്ന് വെച്ചാൽ ബാക്കി തുണി ഇതുപോലെ അതിൻ്റെ കോർണർ പിടിച്ചിട്ട് അതിൻ്റെ മേലെ നമ്മളിപ്പോൾ മുറിച്ച തുണി എടുത്ത് വെക്കുക. ഇതുപോലെ വെക്കുക. നമ്മളിപ്പോൾ മുറിച്ചെടുത്ത തുണിയുടെ അതേ നീളം കിട്ടത്തക്ക വിധത്തിലായിരിക്കണം ഇനി അടുത്ത തുണിയും മുറിക്കേണ്ടത്. ഇനി നമുക്ക് അരവണ്ണം 20 കൂടെ കിട്ടാനുണ്ടത്രേ അല്ലേ, 20 കൂടി നമുക്കിനി ബാക്കി വേണം. ആ 20-ന് ഇപ്പം നമ്മൾ എടുത്ത തുണിയിൽ നിൻ്റെ ആ കോർണറിൽ ഭാഗം എത്ര ഇഞ്ചാണോ വരുന്നത് നോക്കുക. അപ്പോൾ അവിടെ എത്രയാണോ കിട്ടുന്നത് അത് മാക്സിമം അരവണ്ണം എടുക്കണം. അതായത് നമുക്ക് ടോട്ടൽ അരവണ്ണം വേണ്ടത് 40 ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫ്രണ്ട് പീസിൻ്റെ അരവണ്ണം 20 മാത്രമാണ്. ബാക്കി 20 അരവണ്ണം ഇനി മുറിക്കുന്ന തുണിയിൽ നിന്ന് വേണം നമുക്ക് കിട്ടാനായിട്ട്. അതുകൊണ്ട് ഇപ്പം നമ്മൾ മുറിക്കാൻ പോകുന്ന തുണിയിൽ നിന്ന് എത്ര അരവണ്ണം കിട്ടുന്നു അത് മുഴുവനായിട്ട് എടുക്കുക. അത് ആദ്യം മുറിച്ച തുണി നമ്മൾ മേലെ വെച്ചില്ലേ, അതിന് കണക്കായിട്ട് മുറിക്കരുത് എന്നാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. എന്നിട്ട് വെച്ച അളവിന് കണക്കായിട്ട് താഴത്തെ പോർഷൻ മുറിച്ചെടുക്കുക. നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ രണ്ടാമത്തെ പീസ് മുറിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള തുണിയിൽ നിന്നും മൂന്നാമത്തെ പീസും കൂടി മുറിച്ചെടുക്കണം. നമുക്ക് ബാക്ക് പീസിൽ കിട്ടേണ്ട അരവണ്ണം 20. അപ്പം സെക്കൻഡ് പീസിൽ നമുക്ക് എത്ര അരവണ്ണം കിട്ടിയോ അതിൻ്റെ ബാക്കി വേണം നമുക്ക് മൂന്നാമത്തെ പീസിൽ നിന്ന് കിട്ടാനായിട്ട്. 3 പീസും കിട്ടിയതിന് ശേഷം വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഓരോ പീസും കൂട്ടി തയ്ക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ തുണി ഏത്തനക്കുത്തനെ ആയിപ്പോവും, കാണാൻ ഭംഗി ഉണ്ടാവില്ല. ഇതുപോലെ തന്നെ മുറിച്ചെടുത്ത ലൈനിങ് തുണി അടിയിൽ വെച്ചതിന് ശേഷം ബാൻഡ് തയ്ക്കുക. ഒന്നുകിൽ എലാസ്റ്റിക് വെക്കാം, അല്ലെന്നുണ്ടെങ്കിൽ സിബ് വെച്ചിട്ട് കുളത്ത് വെക്കാം. അങ്ങനെ നമ്മുടെ സ്കേർട്ട് റെഡിയായി. താങ്ക്സ് ഫോർ വാച്ചിങ്.